മിഡിൽ ഈസ്റ്റിലെ സ്മാർട്ട് മൊബിലിറ്റി രംഗത്ത് ചരിത്രപരമായ നേട്ടവുമായി എത്തിയിരിക്കുകയാണ് ചൈനീസ് ടെക് ഭീമനായ ബൈദു. ബൈദുവിൻ്റെ ഡ്രൈവറില്ലാതെ ഓടുന്ന ടാക്സി പ്ലാറ്റ്ഫോമായ അപ്പോളോ ഗോയ്ക്ക് ദുബായിലെ ആദ്യത്തെ ഡ്രൈവറില്ല വാഹന പരീക്ഷണത്തിനുള്ള അനുമതിയും 50 ടെസ്റ്റ് ലൈസൻസുകളും ലഭിച്ചു. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ലൈസൻസുകൾ നൽകിയത്. ദുബായിലെ പബ്ലിക് റോഡുകളിൽ റോബോ ടാക്സി പരീക്ഷണം നടത്താൻ അനുമതിയുള്ള ഏക പ്ലാറ്റ്ഫോമായി ഇതോടെ അപ്പോളോ ഗോ. ജൂലൈ മാസത്തിൽ അനുമതി ലഭിക്കുകയും ഓഗസ്റ്റിൽ പരീക്ഷണ ഓട്ടം ആരംഭിക്കുകയും ചെയ്ത കാര്യം ബൈദു തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇന്നലെയാണ് പുറത്തുവിട്ടത്. അപ്പോളോ ഗോ 6ാം തലമുറ വാഹനങ്ങളായ 50 കാറുകളാണ് ദുബായിലെ തിരഞ്ഞെടുത്ത പബ്ലിക് റോഡുകളിൽ പരീക്ഷണം നടത്തുന്നത്. ചൈനയിൽ അപ്പോളോ ഗോ 200 മില്യൺ കിലോമീറ്ററിലധികം സുരക്ഷിതമായ ഓട്ടോണോമസ് ഡ്രൈവിംഗ് പൂർത്തിയാക്കുകയും 14 ദശലക്ഷം യാത്രകൾ വിജയകരമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2030ഓടെ ദുബായിലെ മൊത്തം യാത്രകളിൽ 25% ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളിലാക്കാൻ ലക്ഷ്യമിടുന്ന ദുബായ് സർക്കാരിന്റെ കാഴ്ചപ്പാടിന് അപ്പോളോ ഗോയുടെ വരവ് വലിയ പിന്തുണയാകും. ദുബായിലെ മികച്ച ഗതാഗത സൗകര്യങ്ങൾ റോബോ ടാക്സി പരീക്ഷണത്തിന് അനുയോജ്യമാണെന്ന് RTA CEO അഹമ്മദ് ഹാഷിം ബഹ്റോസിയാൻ വ്യക്തമാക്കി. 2028ഓടെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം 1000ആയി ഉയർത്താനും ദുബായ് ലക്ഷ്യമിടുന്നുണ്ട്. പുതിയ വാർത്ത പുറത്തു വന്നതോടെ ബൈദുവിൻ്റെ ഓഹരികൾക്ക് 7% വർധനവുണ്ടായി. ഇത് ഒരു ദിവസത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ്. നേരത്തെ ഹോങ്കോങ്ങിലെ ആദ്യത്തെ ഓട്ടോണോമസ് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസും ബൈദുവാണ് നേടിയത്. മിഡിൽ ഈസ്റ്റിലെ ഈ ചൈനീസ് ടെക് കമ്പനികളുടെ മുന്നേറ്റം ശ്രദ്ധേയമാണ്. പോണി AI, V-Ride തുടങ്ങിയ എതിരാളികളും UAEയിലും സൗദി അറേബ്യയിലും സമാനമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ബൈദുവിൻ്റെ വേഗത്തിലുള്ള മുന്നേറ്റത്തിനൊപ്പം പിടിക്കാൻ അവർക്കൊന്നും കഴിയുന്നില്ല. ദുബായിയുടെ ആധുനികമായ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി അപ്പോളോ ഗോയുടെ റോബോ ടാക്സികൾ നഗരത്തിലെ ഗതാഗത രംഗത്ത് പുതിയൊരു അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷ. ബൈദുവിനെ സംബന്ധിച്ച് ഇതൊരു ലൈസൻസ് മാത്രമല്ല, ലോകത്തിലേക്കുള്ള ഒരു പുതിയ പ്രവേശന കവാടം കൂടിയാണ്.